ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്റെ VFS എക്സ്പീരിയൻസ്. എന്നോട് കുറെ പേര് ചോദിച്ചായിരുന്നു, ചേച്ചിയുടെ VFS എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോന്ന്. അപ്പൊ എന്റെ VFS എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു VFS എടുത്തത്. നോക്കിയിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂരും കൊച്ചിയുമായിരുന്നു. അങ്ങനെ എനിക്ക് ബാംഗ്ലൂരാണ് വളരെ അടുത്ത ഡേറ്റ് കിട്ടിയത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം തന്നെ പ്രീമിയം എടുത്തിട്ടുണ്ടായിരുന്നു. പ്രീമിയം എടുത്തുകൊണ്ട് തന്നെ എന്റെ ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ വളരെ എളുപ്പമായിരുന്നു. എനിക്ക് ടോട്ടൽ ഉണ്ടായിരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 10,800 റുപ്പീസ് ആയിരുന്നു. പിന്നെ ഞാനൊരു ഏജൻസി മുഖേനയായിരുന്നു എന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നത്. നമുക്ക് ഏജൻസി ത്രൂ ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ പ്രോസസ്സിംഗ് പേപ്പർ വർക്കിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്. അപ്പോൾ ഏജൻസിയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. എനിക്ക് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഡോക്യുമെന്റ്സ് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട്, ആപ്ലിക്കേഷൻ ഫോം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഓപ്പയർ കോൺട്രാക്ട്, ഇൻവിറ്റേഷൻ ലെറ്റർ, പ്രൂഫ് ഓഫ് ലാംഗ്വേജ് സ്കിൽസ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, വിസ ഫീസ്. അതുപോലെ ഞാൻ കൊണ്ടുപോയ പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് മെഷർമെന്റ് ഉണ്ട്. പക്ഷെ ഞാൻ കറക്റ്റ് മെഷർമെന്റിലാണ് പോയെങ്കിലും അതിന് നമുക്ക് നമ്മുടെ ഒറിജിനൽ കുറച്ച് സൂം ഔട്ട് ഒക്കെ ആയിട്ട് സൂം ഇൻ ആയിട്ടുള്ള ഫോട്ടോ ആണ് നമുക്ക് വേണ്ടത്. അപ്പം എനിക്ക് വീണ്ടും അവിടെ ചെന്ന് വീണ്ടും ഫോട്ടോ അവരെടുക്കുകയായിരുന്നു. ബസ്സിന് പോകുന്നവരിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. പ്രീമിയം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പൊ പ്രീമിയം എടുക്കുന്നതിന് നമ്മൾ സാധാ ചെയ്യുന്നതിനേക്കാൾ ഒരു 3,000 4,000 അറൌണ്ട് അതിനിടയിൽ എക്സ്ട്രാ ചാർജ് ആവും. നമ്മൾ അത്രയും പൈസയും കൂടെ എടുത്ത് പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് തന്നെ ഇപ്പം നമുക്ക് ഏതെങ്കിലും കോപ്പി എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മുടെ പേപ്പർ വർക്കിന്റെ ഓർഡറിംഗിൽ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ നമുക്കത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ അവിടെ നമ്മുടെ കൂടെ ആൾക്കാരുണ്ടാവുന്നതായിരിക്കും. പിന്നെ എന്റെ എക്സ്പീരിയൻസ് എനിക്ക് VFSലെ എന്നോട് ഇന്റർവ്യൂ അങ്ങനെ ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ അങ്ങനൊന്നും എനിക്ക് ഇന്റർവ്യൂ അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഏത് കൺട്രിയാണ് ചൂസ് ചെയ്തതെന്ന് മാത്രമാണ് എന്നോട് അവർ ചോദിച്ചിട്ടുള്ളത്. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ തിരക്കിയപ്പം അവരോടും അങ്ങനെ VFSലെ ക്വസ്റ്റ്യൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല. ഇനി ചിലപ്പം ക്വസ്റ്റ്യൻസ് ചോദിച്ചവരും ഉണ്ടാവാം. എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലും ഞാൻ വന്നവരോട് VFSന്റെ എക്സ്പീരിയൻസ് ചോദിച്ചവരോടൊന്നും അവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ VFS എടുത്തത് ഓഗസ്റ്റിലായിരുന്നു. എനിക്ക് എടുത്ത് 14 ദിവസം അവർ 2 വീക്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് 16ാമത്തെ ദിവസം എനിക്ക് എന്റെ വിസ കൈ കിട്ടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ B2 4 മൊഡ്യൂൾ ഉള്ളവരെ ഓപ്പയറിന് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ വിസ റിജക്ഷൻ വരാറുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് B2ന്റെ 4 മൊഡ്യൂൾ ഉണ്ട്. അത്രയും B2 പ്രൊഫഷൻസി ഉണ്ട്. പിന്നെയും നിങ്ങൾ എന്തിനാണ് A1 ലെവൽ ലാംഗ്വേജ് വേണ്ട ഓപ്പയർ നോക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ നമുക്ക് വിസ റിജക്ഷൻ വരുന്നത്. എനിക്ക് എന്റെ VFSന്റെ ഓവറോൾ ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഞാൻ പ്രീമിയം ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് മൊത്തം എക്സ്പെൻസ് 10,800 റുപ്പീസ് ആയിരുന്നു ആയത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് എനിക്ക് നമുക്ക് അവിടെ കുറെ നമ്മൾ ഈ നമ്മൾ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പാസ്പോർട്ട് ഓഫീസിൽ പോകത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പേപ്പേഴ്സ് കൊണ്ട് അടുത്ത കൗണ്ടറിൽ പോകണം. അങ്ങനെ കുറച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. നമുക്കൊരു ടെൻഷനൊക്കെ കാണും. പക്ഷെ നമുക്ക് അവിടെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഞാൻ അവിടെ ചെന്നപ്പം ഇങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എന്തായിരിക്കും ഞാൻ നേരത്തെ യൂട്യൂബിൽ വീഡിയോ കണ്ടു. അങ്ങനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ലായിരുന്നു VFSന് പോയത്. അവിടെ ചെന്നു അവരിപ്പോ ഏത് കൗണ്ടറിലാണോ പോകുന്നത് എന്നിട്ട് വെയിറ്റ് ചെയ്തു. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയത്തില്ല നമ്മളോട് വെയിറ്റ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പതിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഫിംഗർ ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വഴി ലാസ്റ്റ് പുറത്തോട്ട് പോകുന്നതാണ്. അത് അങ്ങനെ എനിക്ക് മൊത്തത്തിൽ ഞാൻ രാവിലെ 10 മണിയായിരുന്നു എന്റെ ടൈം. അത് കഴിഞ്ഞ് ഞാൻ ഒരു 2 മണിക്കൂർ എടുത്തില്ല, ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ അവിടുത്തെ എല്ലാ പ്രോസസ്സിംഗും കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്റെ VFSന്റെ ഓവറോൾ എക്സ്പീരിയൻസ് എനിക്ക് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ തലേന്ന് ബാംഗ്ലൂരിൽ പോയി രാവിലത്തെ VFSന്റെ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ഒരു മണിക്കൂർ കൊണ്ട് എന്റെ എല്ലാ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആക്കി അന്ന് തന്നെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു. പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും വീഡിയോ ഒക്കെ ഞാൻ മറ്റു വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. ഓപ്പറിന് വരാൻ നിൽക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. And thank you for watching. Bye bye.